അമ്മ ഗുഡ് മോർണിംഗ്. ആ മോളെ എഴുന്നേറ്റ് കുളിച്ചോ? ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തായാലും കുളിച്ചില്ലേ, ഒരു ബുദ്ധിമുട്ടാ. ഓ എനിക്ക് എന്തായാലും അത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അരുണിന്റെ ആദ്യത്തെ ഭാര്യ ഉണ്ടല്ലോ, അവൾക്ക് കുളി എന്ന് പറഞ്ഞ ഇഷ്ടമല്ല. 2 ദിവസം കൂടുമ്പോഴാണ് കുളിക്കണം. ഏത് നേരവും തലയും ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. അത് മാത്രമോ രാവിലെ 10 മണിയാകുമ്പോഴാണ് എഴുന്നേറ്റ് വരണേ. എണീറ്റ് വാടെ മുടിയും ചൊറിഞ്ഞ് ഇങ്ങനെ ആകി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് മുറ്റം അടിച്ചിടും. അതാണ് ഈ വീട്ടിൽ ചെയ്യണം ആകെ കൂടിയുള്ള പണി. എനിക്ക് ഈ രാവിലെ നേരത്തെ എഴുന്നേൽക്കാത്തൊരു സ്വഭാവം ഉണ്ടല്ലോ, അതെനിക്ക് കലി കയറി വരും. എന്തായാലും മോൾ അങ്ങനെയല്ലല്ലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, സന്തോഷം. ഞാനങ്ങനെ എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്ന ആളല്ല. ഇന്നെന്തോ എഴുന്നേക്കാൻ തോന്നി, അതുകൊണ്ട് എഴുന്നേറ്റു. എല്ലാ ദിവസവും അങ്ങനെയാവുന്നൊന്നും പ്രതീക്ഷിക്കണ്ട കേട്ടോ. അമ്മ ചായ ഉണ്ടാക്കിയായിരുന്നോ അതോ ഞാനിടണോ? വെച്ചിട്ടുണ്ട് മോളെ, അവിടെ ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഓക്കെ അമ്മ. അത്ര കുറഞ്ഞ പുള്ളിയല്ല. ആഹാ, ഈ റൂം ഇത്രയൊക്കെ വൃത്തിയാവുമായിരുന്നോ? എങ്ങനെ കടന്നോ മുറിയാന്നറിയോ ഇത്? ഷോ, മോള് വന്ന പിന്നെ എല്ലാം ഒന്ന് വൃത്തിയായി കേട്ടോ. മോളെ, ഞാൻ പൊക്കി പറയുമല്ല, എന്നാലും പറയാം, ആദ്യത്തെ കല്യാണം കഴിച്ചത് കൂട്ടല്ലോ കേട്ടോ. അരുണിനാണെങ്കിൽ നല്ല അടുക്കും ചിട്ടയൊക്കെ വന്നിട്ടുണ്ട് മോളെ കല്യാണം കഴിച്ച പിന്നെ. ഈ മൂറി എന്നെ കിടക്കണം നോക്കി എന്നാ വൃത്തിയായിട്ടാന്ന്. അരുണിൻ്റെ ആദ്യത്തെ ഭാര്യ ഉണ്ടായിരുന്ന സമയത്തുണ്ടല്ലോ, ഈ കിടക്കവിരിയൊക്കെ വലിച്ച് വാരി തുണിയൊക്കെ മുഷിഞ്ഞ തുണിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ചുരുട്ടിയിട്ട്, പിന്നെ എന്നാ മുടിയൊക്കെ ചെയ്തിട്ട് നിലത്ത് നിറച്ച് മുടിയായിരുന്നു. ഒരു വൃത്തിയില്ലാത്തൊരു കൊച്ചായിരുന്നു. ഇത്രയും ഈ മുറിയിലോട്ടൊന്നും കയറാൻ പറ്റത്തില്ലായിരുന്നു. ഒരുമാതിരി നാറ്റമായിരുന്നു. പിന്നെ അവക്കാണെങ്കിൽ ജനലും വാതിലും ഒന്നും തുറന്നിടുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരുമാതിരി പുഴുങ്ങിയ നാറ്റമായിരുന്നു ഈ മുറിക്കൊക്കെ. അലമാരയുടെ കാര്യം ഒന്നും പറയാതിരിക്കുക നല്ലത്. അവൻ്റെ തുണിയൊക്കെ കുത്തി നിറച്ച് ഒരു ഇതും ഇല്ലായിരുന്നു. ഒന്നും മടക്കി പോലും വെക്കത്തില്ലായിരുന്നു. തുണി അതുകൊണ്ട് ചുളുങ്ങി കൂട്ടിയിരിക്കുമായിരുന്നു. അപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ തന്നെ തേച്ചിട്ടൊന്നും അല്ല തുണിയിട്ടുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ സാധാരണ ഭർത്താക്കന്മാർ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോൾ അവരിടുന്ന വസ്ത്രം കണ്ടാൽ അറിയാം ആ വീട്ടിലെ പെണ്ണുങ്ങളുടെ സ്വഭാവം. അവരിടുന്ന വസ്ത്രത്തിൽ ഒരു ചുളുങ്ങിയും അല്ലെങ്കിൽ അവനെ ഒന്ന് വൃത്തിയാക്കി നടത്തണം, അല്ലെങ്കിൽ അവനൊന്ന് തേച്ച ഷർട്ട് ഇട്ട് കൊടുക്കണം, അതിലൊന്നും ഒരു ചിന്തയില്ലാത്തൊരുത്തിയായിരുന്നു അവള്. അവൾക്ക് അറിയത്തില്ല, അവളുടെ വീട്ടിൽ നിന്ന് അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഒരു ചിന്തയില്ലാത്ത ഒരു ഇതില്ലാത്തൊരു പെൺകൊച്ച്. ഇപ്പൊ കണ്ടോ അരുൺ എന്നാ വൃത്തിയായിട്ട് നടക്കുന്നേ? ഇത് മോളുടെ കഴിവാ. മോൾക്ക് ആ ഇതുള്ളതുകൊണ്ട് അവനൊരു നല്ലൊരു ഇതൊക്കെ ആയി. അല്ല മാം, അരുണേട്ടൻ്റെ ആദ്യത്തെ കല്യാണത്തിന്റെ സമയത്തേ ആ പെൺകുട്ടി മാത്രമാണോ ഈ റൂം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? അല്ല, അവള് ഈ റൂമിൽ തന്നെയല്ലായിരുന്നോ കഴിഞ്ഞേ? അപ്പോ ഒരു റൂം വൃത്തിയാക്കേണ്ട ഉത്തരവാദിത്തം ഭാര്യയ്ക്ക് മാത്രമാണോ അമ്മേ? അരുണേട്ടനില്ലേ? 2 പേരും താമസിക്കുന്ന മുറിയിൽ ഒരാൾ മാത്രം വൃത്തിയാക്കി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. എന്തിനാ അമ്മ പെൺകുട്ടിയെ മാത്രം കുറ്റം പറയണേ? അരുണേട്ടനെ എന്താ അമ്മ കുറ്റം പറയാത്തെ? അമ്മ, ഭാര്യമാര് മാത്രം ഇത് വൃത്തിയാക്കണം എന്നങ്ങനെ നിർബന്ധമൊന്നുമില്ല. ആർക്കും വേണമെങ്കിൽ വൃത്തിയാക്കാം. ഇന്നിപ്പോൾ ഞാൻ വൃത്തിയാക്കി. ഇനിയിപ്പോൾ നാളെ തൊട്ട് അരുണേട്ടനത് വൃത്തിയാക്കാൻ ഉദ്ദേശമില്ല. മോശമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനും ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരാണ് പുറത്തിറങ്ങി നടക്കുമ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വൃത്തിയുള്ളതാണോ തേച്ചിട്ടുള്ളതാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ ആണുങ്ങൾക്കും കഴിവ് വേണ്ടേ? അവർ കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ. അരുണേട്ടൻ അങ്ങനെ പുറത്ത് തേച്ചിടാത്ത ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ അരുണേട്ടന് ബോധമില്ലേ ഞാനിങ്ങനെ നാലാളുടെ അടുത്ത് പുറത്തിറങ്ങുമ്പോൾ ഇത്രയും മോശം ഡ്രസ്സായിട്ടുകൊണ്ട് നടക്കണേന്നൊരു ബോധം അരുണേട്ടനില്ലേ? അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ അമ്മയ്ക്കും പറ്റിയിട്ടില്ലേ? അപ്പം അമ്മയുടെയും കുഴപ്പമല്ലേ ഇതൊക്കെ? അമ്മയല്ലേ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കട്ടെ മക്കൾക്ക് ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെ. അല്ലാണ്ട് ഭാര്യമാർ തന്നെ വേണമെന്നൊന്നും ഇല്ലല്ലോ ഈ മാനേഴ്സും വൃത്തിയൊക്കെ പഠിപ്പിക്കാൻ. ആരെങ്കിലും വൃത്തിക്ക് നടക്കാൻ പഠിപ്പിക്കാനോ അച്ചടക്കത്തിൽ നടത്താനോ ഒന്നുമല്ല ഞാനും ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നേക്കണേ. അതൊക്കെ മനസ്സിലാക്കിയാൽ കൊള്ളാം. വളർന്ന അവിടെ ഇരിക്കും, ഞാനൊന്ന് അടുക്കളയിലോട്ട് ചെല്ലട്ടെ. അവിടെ ഒരു കറി അടുപ്പത്ത് വെച്ചിട്ടാണ് വന്നേ. ചെല്ലട്ടെ കേട്ടോ. ഭക്ഷണം ആയോ അമ്മേ? ഇല്ല മോളെ, ആയി വരുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എല്ലാം കൂടെ ചെയ്തായി വരണ്ടേ. എന്തെങ്കിലും സഹായിക്കണോ ഞാൻ? മോള് ചോദിച്ചല്ലോ, അത് തന്നെ അമ്മയ്ക്ക് വലിയ സന്തോഷം. അരുണിൻ്റെ ആദ്യത്തെ ഭാര്യ ഉണ്ടല്ലോ, ആ കൊച്ച് ഒരു പണിയും ചെയ്യത്തില്ലായിരുന്നു. ഏതു നേരവും ഈ മൊബൈലും കളിച്ചുകൊണ്ട് അങ്ങ് ഇരിക്കുക എന്നല്ലാണ്ട് ഒരു കാര്യമില്ലാണ്ട് ആ കൊച്ച്.
എനിക്കതിന് വലിയ ദേഷ്യം ഒന്നും ഉണ്ടായിരുന്നില്ല പണ്ടുവാണെങ്കിലും. ഈ മറ്റേ മൊബൈലിലാണ്ട് റീൽസോ അങ്ങനെ എന്തോ ഉണ്ടല്ലോ ഈ ഫോണിൽ ഈ പാട്ടൊക്കെ വെച്ചിട്ട് എന്താണ്ട് ഗോഷ്ടിയൊക്കെ കാണിച്ച് അഭിനയിക്കുന്നത്, അത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഏതു നേരവും അവിടെ എവിടെയൊക്കെ കൊണ്ട മൊബൈൽ വെച്ചിട്ട് അത് ചെയ്തുകൊണ്ട് നടക്കലായിരുന്നു അതിൻ്റെ പണി. ഞാൻ വെച്ചുണ്ടാക്കുന്നത് വലിച്ചു കയറ്റി തിന്നോളും. ഞാൻ ഉള്ള പറയും, അങ്ങനെ തന്നെ പറയും. ഞാൻ തിന്നാൻ മാത്രം അറിയാം, ഒരു പണിയും ചെയ്യത്തില്ലായിരുന്നു ഞാനായിട്ടത്. ഒഴിഞ്ഞു പോയത് നന്നായി. മോളെ പോലെ ഒരു തങ്കപ്പെട്ട കൊച്ചിനെ കിട്ടിയില്ലേ, ദൈവം ഇതാ വിരിച്ചേക്കണേ. അതുകൊണ്ട് തന്നെ അത് ഒഴിഞ്ഞു പോയത്. അടുക്കളയുടെ പരിസരം പോലും അവള് കണ്ടിട്ടില്ല. പോട്ടെ. അല്ല, മോളെന്തായാലും ചോദിച്ചതല്ലേ, ഒരു കാര്യം ചെയ്യും, ആ സിങ്കിൽ കിടക്കുന്ന പാത്രമൊക്കെ എടുത്ത് കഴുകിയേക്ക്. പിന്നെ സാമ്പാറിന് അരിഞ്ഞു വെച്ചെൻ്റെ അമ്മ, സാമ്പാറും ഉണ്ടാക്കിയേക്ക്, മീനും വറുത്തേക്ക് കേട്ടോ. അത്രേ ഉള്ളൂ. അമ്മ പറഞ്ഞോട്ട് ഇത്രയൊന്നും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്ന് സഹായിക്കാമെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളേ. പിന്നെ ഇപ്പം തന്നെ ഞാനിതൊക്കെ എടുത്ത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേ വീട്ടിലെ മുഴുവൻ പണിയും എൻ്റെ തലയിലാവും. അതിനെന്തായാലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. വേണമെങ്കിൽ പാത്രം മാത്രം കഴുകിത്തരാം. ഒരു സഹായം ആവുമല്ലോ അമ്മയ്ക്ക്. അല്ല, തുടക്കമായതുകൊണ്ട് അമ്മ പറഞ്ഞ് ഇത്രയും പണി ചെയ്താൽ മതി, കുറച്ചല്ലേ ഉള്ളൂ ഇതൊക്കെ. പിന്നെ കുറേ കാലമൊക്കെ കഴിയുമ്പോൾ മോള് തന്നെയല്ലേ ഈ വീട്ടിലെ പണിയൊക്കെ ചെയ്യണ്ടേ, അല്ലാണ്ട് വേലക്കാരിയൊന്നും നിർത്താൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ മരുമക്കൾ തന്നെ എല്ലാം ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ലല്ലോ അമ്മേ. ഞാനിങ്ങോട്ട് വരുന്നതിന് മുന്നേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിലല്ലേ നടന്നുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടുത്തെ പണികളൊക്കെ അമ്മ തന്നെയല്ലേ ചെയ്യാറ്. പിന്നെ ഞാൻ അങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് വരുന്നതിന് മുന്നേ നിങ്ങളാരും പട്ടിണിയൊന്നും അല്ലല്ലോ കിടന്നുകൊണ്ടിരുന്നത്. അന്ന് അമ്മ ഭക്ഷണം ഉണ്ടാക്കണ്ട്, ഇന്നും ഉണ്ടാക്കിയാൽ മതിയല്ലോ അതുപോലെ. ഒരാളുടെ കൂടിയെന്നല്ലേ ഉള്ളൂ. ഞാൻ തന്നെ ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധം പിടിക്കുക, അത്രയ്ക്ക് വാശിയൊക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാണ്ടിരിക്കാനും എനിക്കറിയാം. എന്തിനപ്പം അതിന് കൂടുതൽ സംസാരമൊക്കെ അല്ലേ? മോളെ പാത്രം മാത്രം കഴുകിയാൽ മതി, വേറെ ഒന്നും ചെയ്യട്ടെ. അമ്മേ, ഇന്ന് ഈ വീടിൻ്റെ ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 മാസത്തിനുള്ളിൽ മാറിക്കൊടുക്കണമെന്നാണ് പുള്ളി പറയുന്നത്. അതെന്താടാ മോനെ? നമ്മളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 6 കൊല്ലമായി അമ്മേ. കാര്യം വാടകയ്ക്കാണെങ്കിലും വാടക കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിലും പുള്ളിക്ക് പേടി കാണും. നമ്മളെങ്ങാനും വീട് ഒഴിഞ്ഞു കൊടുത്തില്ലെങ്കിലും ഒന്ന് പേടിച്ചിട്ടായിരിക്കും ഇപ്പം ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. എത്രയൊക്കെ ആയാലും ഈ വാടക വീട്ടിൽ കഴിഞ്ഞ് മടുത്ത് എങ്ങനെയെങ്കിലും നമുക്കൊരു പുതിയ വീട് പണിയണം അമ്മേ. എടാ, ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ലല്ലോ, നിനക്കും അറിയാലോ ഒരു വീട് പണിയെങ്കിൽ എന്തോരം പൈസ വേണം. ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമുക്ക് വിദ്യയുടെ സ്വർണം എടുത്ത് വീട് വെച്ചാലോ. എന്തിനാ ഇപ്പോൾ സ്വർണം വീട്ടിൽ ഇരിക്കുന്നത്? പുതിയൊരു വീട് വെച്ചാൽ വീടായി ഇങ്ങനെ വാടക വീട്ടിൽ കിടക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ. അല്ല, അരുണേട്ടനിപ്പം എന്താ പറഞ്ഞേ? എൻ്റെ സ്വർണത്തെക്കുറിച്ച് പറയുമ്പോഴേ അത് എന്നോടൊരു വാക്ക് ചോദിക്കണ്ടേ? അതിൻ്റെ ഉത്തരവാദിത്വം ഇല്ലേ നിനക്ക്? നിന്റെ സ്വർണം എൻ്റെ സ്വർണം എന്നൊക്കെ ഉണ്ടോ? വീടായ അത് തന്നെയല്ലേ വലുത്. എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്ന സ്വർണ്ണമാണ്. അതങ്ങനെ വെറുതെ കളയാൻ ഞാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. ഇതുപോലെ ആയിരുന്നു എൻ്റെ ചേച്ചിയുടെയും വിധി. ചേച്ചിക്ക് കല്യാണത്തിൻ്റെ സമയത്ത് കഷ്ടപ്പെട്ട് അച്ഛൻ ഉണ്ടാക്കി കൊടുത്ത സ്വർണം മുഴുവൻ ചേച്ചിയുടെ ഭർത്താവ് ആ ആവശ്യം ഈ ആവശ്യം എന്നും പറഞ്ഞ് മേടിച്ചെടുത്തു. എന്നിട്ട് ഒരു തരി സാധനം തിരിച്ചു കൊണ്ട് കൊടുത്തിട്ടില്ല. അതെല്ലാം വിറ്റുപോയി, എല്ലാം നശിച്ചുപോയി. ഇപ്പോൾ ചേച്ചി റോഡിലോട്ട് നടക്കണേ. അത്രയും ഗതികേടെന്നാലും എനിക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ അതിനനുസരിച്ച് കൂട്ടു നിൽക്കുമല്ലോ ഒന്നിനും. എന്താ മോളെ അങ്ങനെ പറയണേ? അവന് ദൂർത്തടിക്കാൻ ഒന്നും അല്ലല്ലോ മോളുടെ സ്വർണം ചോദിച്ചത്. നമുക്കൊരു വീടായി കഴിഞ്ഞാൽ അത് എല്ലാവർക്കും നല്ലതല്ലേ. ശരി, ഞാൻ സ്വർണം തരാം. എവിടെയാ സ്ഥലം മേടിക്കുന്നത്? ആരുടെ പേരിലാണ് സ്ഥലം മേടിക്കുന്നത്? അതെന്ത് ഇത്ര ചോദിക്കാനായിട്ട്? ഇവിടെ എവിടെയെങ്കിലും അടുത്ത എവിടെയെങ്കിലും മേടിക്കാന്നേ. പിന്നെ എൻ്റെ പേരിലാണ് സ്ഥലം മേടിക്കുന്നത് കേട്ടോ. അതെന്തായാലും പറ്റില്ല. എൻ്റെ അച്ഛൻ എനിക്ക് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തന്ന സ്വർണ്ണമാണ്. ആ സ്വർണം വെച്ച് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എനിക്കും കൂടെ അവകാശം വേണം. സ്ഥലം മേടിക്കുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ പരിസരത്ത് എവിടെയെങ്കിലും ഒരിടത്ത് സ്ഥലം മേടിക്കാം. അതും നമ്മുടെ 2 പേരുടെയും പേരിൽ, എൻ്റെയും ചേട്ടൻ്റെയും പേരിൽ. അല്ലാണ്ട് ഒരാളുടെ പേരിൽ മാത്രം മേടിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വർണ്ണം തരാം. അല്ലാത്ത പക്ഷമാണ് എനിക്ക് പറ്റില്ല. ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തോ ഞാൻ വലിയ അഹങ്കാരിയെ പോലെ തോന്നും. പക്ഷെ ഞാനിപ്പം മൗനം പാലിച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തം ഞാൻ മിണ്ടാതിരിക്കേണ്ടി വരും. അതിനെന്തായാലും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പം സംസാരിച്ചില്ലെങ്കിൽ ശരിയാവില്ല. എൻ്റെ സ്വർണ്ണമാണ്, എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് എനിക്ക് ഉണ്ടാക്കി തന്ന സ്വർണ്ണമാണ്. അതിലെനിക്ക് അവകാശമുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്. തീരുമാനം എന്താ വെച്ചാൽ പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ആണെങ്കിൽ ഞാൻ സ്വർണ്ണം തരാം, അല്ലെങ്കിൽ ഇതിലേക്ക് നോക്കണ്ട വരും.